ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇക്കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയുള്ള ഒരു അന്വേഷണം തന്നെ നടക്കും. ശ്യാമ മേഡം പറഞ്ഞാൽ പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ വെക്കുള്ളൂ. താങ്ക് യു സർ. എല്ലാവരും കൂടി ഈ പ്രശ്നം ഒന്ന് പെട്ടെന്ന് പരിഹരിക്കാൻ നോക്ക്. നിങ്ങളൊക്കെ പിരിഞ്ഞു വയ്ക്കോളൂ. തൽക്കാലം ഇത് ഒരു കുടുംബ പ്രശ്നം എന്നുള്ള നിലയിൽ വിടാം. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ നമുക്ക് പറ്റുമെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗം നോക്കുകയും ചെയ്യാം. ആ, ഞങ്ങൾ ഇറങ്ങുന്നേ. ആ, പോ. മര്യാദയ്ക്ക് അവളെ ഇവിടെ നിർത്തിയിരുന്നെങ്കിലേ ഇങ്ങനെ നാണം കെട്ട് തല കുനിച്ചു നിൽക്കേണ്ട കാര്യം വരുമായിരുന്നു. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ എല്ലാരും കൂടി. നിങ്ങള് സുകുമാരിയുടെ അടുത്ത് രാജാവ് കളിക്കാൻ വന്നാലേ അതിലും വലിയ കളി അറിയാം സുകുമാരിക്ക്. മോളെ മാറങ്ങോട്ട്. വണ്ടി എടുക്കണം. സാറേ, ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക. അമ്മയെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റാതായിപ്പോയി. ബന്ധുബലം എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു തിരുമേനി. സന്തോഷം. മോളെ, അമ്മ ഞാനായിരുന്നു. ദേവിട്ട, നമ്മുടെ കുടുംബത്തിന് അവരെല്ലാ പരിഗണനയും തന്നു. പക്ഷെ അവരുടെ കുടുംബത്തിന് മാനക്കേടല്ലാതെ ഒന്നും നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അമ്മ എങ്ങനെ ഒട്ടാ പറ്റില്ല ശോഭ. വണ്ടി കയറ്. വരിക, വന്നോളൂ. എക്സ്ക്യൂസ് മീ സർ. ആ, വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. മനോഹരമായ ഒരു യാത്ര ടെൻഷനിൽ അവസാനിപ്പിച്ചു അല്ലേ വരുൺ? അതെ സർ. ശ്യാമ മേഡം 1-2 തവണ എന്നെ വിളിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയ ഒരു ആക്ഷൻ വേണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ സംഭവങ്ങൾ, ദാറ്റ് മീൻസ് ടാർഗറ്റ് ആയ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ പുറകെ ഉണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? വരുണ് ബിസിനസ്സിൽ ശത്രുതയുണ്ടോ? അതോ കുടുംബപരമായ എന്തെങ്കിലും, ഐ മീൻ ഈ കൊന്നു തീർക്കാമെന്ന രീതിയിൽ? ഏയ്, ബിസിനസ് രംഗത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സർ. വീട്ടിലാണെങ്കിലും കുടുംബത്തെ സംബന്ധിക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളേ ഉള്ളൂ. അതാണെങ്കിലും ഇങ്ങനെ ഒരു രീതിയിലൊക്കെ വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോയത്. രാധികയ്ക്ക് പേഴ്സണൽ ശത്രുത വരാൻ എന്തെങ്കിലും കാരണങ്ങൾ? ഇല്ല സാർ, അങ്ങനെയൊന്നുമല്ല. പിന്നെ വരുൺ പറഞ്ഞതുപോലെ കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ. സംഭവം നടന്ന ഹോട്ടലിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അവരോട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രക്കിടയിൽ
എന്തെങ്കിലും പ്രത്യേകതയുള്ള ആരെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വാച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും? സർ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാർ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളുടെ പിന്നാലെ വന്ന ശേഷം അവർ വേറെ വഴിയെ പോയി. അല്ല, അത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു സാർ. ഞാൻ കാറിന്റെ വേഗത കൂട്ടുമ്പോൾ ഒപ്പം വേഗത കൂട്ടുക, ഞാൻ വണ്ടി നിർത്തുമ്പോൾ അവരും വണ്ടി നിർത്തുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ദെൻ അതാരാണെന്നറിയാൻ വരുൺ ശ്രമിച്ചില്ലേ? അത് സാർ, ഇപ്പോഴത്തെ ഈ ലഹരി ടീം പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, പബ്ലിക് ന്യൂസൻസ് ആവണ്ടെന്ന് കരുതി. പക്ഷേ അവർ വഴിതിരിഞ്ഞു പോയപ്പം ഞങ്ങൾ ആശ്വസിക്കുകയും ചെയ്തു. പിന്നീടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ കൂട്ടിയാണെങ്കിൽ വായിക്കാൻ നോക്കിയത്. അപ്പൊ ഫോളോ ചെയ്ത വാഹനം ഗൗരവമുള്ള കാര്യമാണ്. ഹോട്ടൽ അന്വേഷണം നടത്തുന്ന പോലീസുകാര് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നുകൂടി വരേണ്ടി വരും. ആ, വരാം സാർ. സർ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. വരുൺ എപ്പോഴും യാത്ര ചെയ്യുന്നതാ, ആ പേടി കൊണ്ടാ പറയുന്നത്. ഇക്കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയുള്ള ഒരു അന്വേഷണം തന്നെ നടക്കും. ശ്യാമ മേഡം പറഞ്ഞാൽ പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ പൊയ്ക്കോളൂ. താങ്ക് യു സാർ. വരുൺ, ശ്യാമ മേഡം കൂടെ കൂടെ വിളിച്ചു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതെന്തായിരിക്കും? ആ, ശ്യാമ മേഡത്തിന്റെ അതേ ശബ്ദമുള്ള ആളായിട്ടല്ലേ താനും അറിയപ്പെടുന്നത്. സോ ഒന്ന് സഹായിക്കണം തോന്നി കാണും. ഫിദ മാഡം ശ്യാമ മാഡത്തിനെ നിർബന്ധിച്ച് വിളിപ്പിച്ചതായിരിക്കും. അല്ലടൂ, ആരും പറഞ്ഞില്ലെങ്കിലും ശ്യാമ മേഡം വിളിക്കും. അതെന്താന്നല്ല ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ പിന്നീട് തനിക്ക് മനസ്സിലാവും. ആലോചിച്ച് ടെൻഷൻ ആവാൻ നിൽക്കണ്ട. എടോ വാടോ, വാ. സർ. ആ, ഇരിക്കടോ. താങ്ക് യു സർ. ഞാൻ കുറച്ചു മുമ്പ് ഒരു കേസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, വരുൺ രാധിക? ആ സർ. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണം. ഓക്കെ. അവരുടെ യാത്രയുടെ തുടക്കം മുതൽ ഏറ്റവും അവസാനം അവർ നിന്ന ഹോട്ടലിൽ സംഭവിച്ച സ്ഫോടനം വരെ. സർ. ഹോട്ടലിൽ നടന്ന സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ കിട്ടും. ഓക്കെ സർ. പക്ഷേ അവർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടുന്ന് പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവരുടെ വാഹനത്തിന് മറ്റൊരു വാഹനം ഫോളോ ചെയ്തിരുന്നു. സാറാ വണ്ടിയുടെ നമ്പരോ മറ്റോ? വണ്ടി നമ്പറൊന്നും അവർ നോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവർ പോയ റൂട്ട് മാപ്പ് എടുത്തിട്ട് അവർ പോയ വഴികളിലെ CCTV ചെക്ക് ചെയ്താൽ ഫോളോ ചെയ്ത വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുവഴി നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാം. ഓക്കെ സർ. എന്റെ കണക്കുകൂട്ടലിൽ CCTV പരിശോധനയിൽ ആ വണ്ടിയുടെ നമ്പർ വ്യക്തമാകും.